ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കൂട്ടുകാരുമൊത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നേരമാണ് പരിചയമുള്ള ശബ്ദത്തിലുള്ള ഒരു വിളി ആവണി കേട്ടത്. അച്ഛൻ, വിനീതേട്ടൻ്റെ അച്ഛൻ. അപ്രതീക്ഷിതമായി വിനീതിന്റെ അച്ഛനെ കണ്ടപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തന്റെ ഉള്ളിൽ വന്നിറയുന്നെന്ന് അവൾക്ക് മനസ്സിലായില്ല. അച്ഛനെന്താ ഇവിടെ? നനഞ്ഞ കണ്ണുകളോട് അവൾ ചോദിച്ചു. ഞാൻ ട്രഷറിയിൽ പോകുന്ന വഴിയായിരുന്നു. ഇവിടെ കുറെ പിള്ളേരൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി പോവായിരുന്നു. വെറുതെ തോന്നി മോളിവിടെ ഉണ്ടാവുന്നു. അപ്പോഴവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ ഊഹം തെറ്റിയില്ല. അച്ഛനെ അടുത്ത കാലത്തൊന്നും കാണാൻ കഴിയുമെന്ന് ഞാനും വിചാരിച്ചല്ല. ആവണി സന്തോഷത്തോടെ അയാളുടെ കൈകൾ പിടിച്ച് പതിയൊന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും. മോൾക്ക് സുഖം തന്നെയല്ലേ? ഹസ്ബൻഡ് കൂടെ ഉണ്ടോ? സുഖത്തിന്റെ കാര്യമൊക്കെ പറയാതിരിക്കുന്നതാണ് ഭേദം അവൾ ഉള്ളിൽ പറഞ്ഞെങ്കിലും പുറത്തേക്ക് പ്രസന്നത ഭാവിച്ചു നിന്നു. സുഖമാണെന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ചു. ആണെന്നെ അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചുപോയി. നേരം വൈകുന്ന കാരണം ഞാൻ തന്നെ പറഞ്ഞ് തിരിച്ചു പോയിക്കോളാൻ. ബസ്സിൽ കയറി അങ്ങ് എത്താവുന്നല്ലേ ഉള്ളൂ. വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണെന്ന് കരുതി. വിനീതിന്റെ കാര്യം ചോദിക്കണമെന്ന് അവൾക്ക് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ചോദിച്ചാൽ അച്ഛൻ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന പേടിയും. വിനീതിന് SI സെലക്ഷൻ കിട്ടി. ഇപ്പൊ ട്രെയിനിങ്ങിന് പോയിരിക്കുക. അവളുടെ കണ്ണുകൾ ആ വാർത്ത കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് വിടർന്നു. വിനീതേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു SI ആവുക എന്നത്. തന്റെ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിയെങ്കിലും വിനീതേട്ടന്റെ സ്വപ്നമെങ്കിലും നടന്നല്ലോ. അപ്പോഴേക്ക് ആവണിയുടെ ബസ് വന്നെത്തി. കുറച്ചേരം വിനീതിന്റെ അച്ഛനുമായി സംസാരിച്ചെടുക്കണമെന്ന് ആവണിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പോവാൻ നിൽക്കുകയാണ്. ഉൾഭാഗമായതിനാൽ ഇനി അടുത്ത ബസ് വരാൻ കുറെ വൈകുകയും ചെയ്യും. മനസ്സിലോടെ അവൾ ബസ്സിലേക്ക് കയറി. കണ്ണിൽ നിന്ന് മറിയുവോളം അവൾ വിനീതിന്റെ അച്ഛനെ തന്നെ നോക്കി നിന്നു. അദ്ദേഹത്തിന് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. തന്നെയും വിനീതേട്ടനെയും പോലെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു തങ്ങളുടെ കല്യാണം എന്തായാലും നടക്കുമെന്ന്. എത്ര തവണയാണ് വിനീതേട്ടൻ അച്ഛനും തന്റെ അച്ഛനുമായി സംസാരിച്ച്. പക്ഷേ യോഗമില്ല. അറിയാതെ തന്നെ ആവണിൽ നിന്നൊരു നെടുവീർപ്പ് തീർന്നു. പുറം കാഴ്ചകളിൽ കണ്ണു നട്ട് ഒന്ന് ഓർക്കാൻ ശ്രമിക്കാതെ അവൾ ഇരുന്നു. മേഘ രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇന്നലെ കിടന്ന പോലെ തന്നെ കിടക്കുകയാണ് സിദ്ധാർത്ഥ്. മുറിയിലേക്ക് മങ്ങിയെ വിളിച്ച് അരിച്ചിറങ്ങി വരുന്നുണ്ട്. ചുമലിൽ കിടക്കുന്ന വലിയ ക്ലോക്കിൽ സമയം 5 എന്ന് കാണിച്ചു. മേഘ സിദ്ധാർത്ഥിനെ ഉണർത്താതെ അവന്റെ കൈകളെടുത്തു മാറ്റി കട്ടിൽ നിന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങി. തലേ ദിവസം കൊണ്ടുവച്ച ബാഗ് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. അതിൽ നിന്ന് കുളിച്ചു മാറിയിട്ടാനുള്ള ഡ്രസ്സുകൾ എടുത്ത് മേഘ ബാത്റൂമിലേക്ക് നടന്നു. വീട്ടിൽ വെച്ച് രാവിലെ കുളിക്കുന്ന ശീലമുണ്ട്. എന്നാലും അമ്മ പ്രത്യേകം പറഞ്ഞുവിട്ട കാര്യമാണ് കുളിക്കാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. കുളിച്ചു വരുമ്പോഴും സിദ്ധാർത്ഥ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ആദ്യത്തെ ദിവസമാണ്. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. ഉറങ്ങിക്കിടക്കുന്നവന് ഉണർത്താനും തോന്നുന്നില്ല. എന്തായാലും താഴോട്ടിറങ്ങി നോക്കാമെന്ന് കരുതി അവൾ മുറിയുടെ വാതിൽ തുറന്ന വഴിക്ക് തന്നെ അവിടെ കണ്ട കാഴ്ചയിൽ ഒരലർച്ച അവിടെ തൊണ്ടയിൽ വന്ന് തടഞ്ഞു. വാതിൽക്ക് തന്നെ മുടി അഴിച്ചിട്ട് നിൽക്കുകയാണ് വൈദേഹി. മങ്ങിയ വെളിച്ചത്തിലും അവളുടെ ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള പൊട്ട് തിളങ്ങുന്നു. നീണ്ട ഇടതൂർന്ന മുടി അഴിച്ചിട്ടതും പൊട്ടും നീട്ടി എഴുതിയ കണ്ണുകളും മുഖത്തെ ദേഷ്യഭാവവും ചുവന്ന പട്ടുസാരിയുമൊക്കെയായി അവളൊരു പിശാചിനിയെ പോലെ തോന്നിച്ചു. നീ എന്നാണ് ഈ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? മേഘയുടെ അലറാനുള്ള ഭാവം കണ്ടപ്പോൾ വൈദേഹി ചോദിച്ചു. ചേച്ചി രാവിലെ തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചുപോയി. അത് തന്നെയാ ഞാൻ നേരത്തെ ചോദിച്ചു. നീ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേന്ന്? കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടമാണല്ലോടി നീ. ഇവർക്ക് തറക്കുവല കുഴപ്പമുണ്ടെന്നായിരുന്നു മേഘ ചിന്തിച്ച്. അല്ലാതെ ഇങ്ങനെ ഉണ്ടാകുമോ? നേരം വെളുക്കുമ്പോ തന്നെ. മോളെ, താഴ്ന്ന രേണു കയറി വരുന്നപ്പോഴാണ് മേഘ കണ്ടത്. അവരെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. കുറച്ച് സ്റ്റെപ്പുകൾ കൂടി കയറി വന്നപ്പോഴാണ് ആറ് വാതിലിന്റെ അരികിൽ നിൽക്കുന്ന വൈദേഹിയെ കണ്ടത്. നീയോ? നീ ഇന്നലെ നിന്റെ വീട്ടിലല്ലേ കിടന്ന്? നീ എങ്ങനെ അതിരാവിലെ ഇവിടെ വന്ന്? അതെന്താ, എനിക്കിവിടെ വന്നൂടെ? വന്ന് കയറിയവരെക്കാൾ അവകാശം എനിക്ക് തന്നെയാ. അതാരും മറക്കണ്ട. അത് രേണുകൾക്കും മേഘക്കും ഒരുപോലെയുള്ള കുത്തായിരുന്നു. എന്റെ പൊന്നു മോളെ, അവകാശത്തിന്റെ കാര്യമൊന്നും ആരോടെ പറഞ്ഞില്ല. നീ അവകാശം കെട്ടിപ്പിടിച്ചിരുന്നോ? നീ എങ്ങനെ ഇങ്ങോട്ട് കയറിയെന്നാ ചോദിച്ചേ? ഏട്ടൻ പോലും ഉണർന്നില്ലല്ലോ. മാമിന് ഉണർന്നില്ലെങ്കിൽ എന്താ, അടുക്കള വഴി കയറിക്കൂടെ? നിങ്ങളുടെ ജോലിക്കാരികൾ 7:30 വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുമല്ലോ. ആവശ്യമുള്ള കേട്ട് കഴിഞ്ഞപ്പോൾ രേണുക പിന്നെ അവളെ ശ്രദ്ധിക്കാൻ പോയില്ല. മോള് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചോ? സുന്ദരിയായിട്ടുണ്ട്. രേണുക അതും പറഞ്ഞ് മേഘയുടെ കവിളിൽ അരുമയോടൊന്ന് തലോടി. ഇത്രയും സുന്ദരിയായ താൻ ഇവിടെ നിൽക്കുമ്പോൾ മേഘയെ രേണുക അങ്ങനെ പറഞ്ഞ് വൈദേഹിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പണ്ട് ഈ സ്ത്രീക്ക് തന്നെ കണ്ടുകൂടെ എന്നുള്ള കാര്യം അവളുടെ ദേഷ്യത്തെ ഇരട്ടിപ്പിച്ചു. ഞാനെന്നാ താഴേക്ക് ചെല്ലട്ടെ കേട്ടോ. അവിടെ എന്തോ ഒച്ച പോലെ കേട്ടപ്പോൾ കയറി നോക്കിയതാ. മോള് സാഹചര്യം പോലെ വന്നാ മതി. രേണുക പോയപ്പോഴാണ് വൈദേഹി അടുത്തുള്ള കാര്യം മേഘക്ക് ഓർമ്മ വന്ന്. ഒപ്പം തന്നെ അവളിൽ പേടിയും പടർന്നു. ഞാനും വരും അമ്മ. മേഘ അതും പറഞ്ഞ് രേണുകയുടെ പിന്നാലെ നടന്നപ്പോൾ വൈദേഹി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. എവിടേക്കാടി ഓടുന്നു? എനിക്ക് നിന്നോട് കാര്യം ചോദിക്കാനുണ്ട്. എന്താ? വൈദേഹിയുടെ കൈക്കുള്ളിൽ കിടന്ന് ചേരുന്ന തന്റെ കൈകൾ പിടിച്ചു വലിക്കാൻ ഒരു ശ്രമം നടത്തി മേഘ ചോദിച്ചു. ഞാൻ ഇന്നലെ തന്ന ഗുളിക കഴിച്ചോടി നീ? എന്ത് ഗുളിക? മേഘക്ക് പെട്ടെന്നാണ് കാര്യം ഓർമ്മ വന്നില്ല. താനത്ര കാര്യമായിട്ട് കൊടുത്ത ഗുളിക അശ്രദ്ധമായിട്ടാണ് മേഘ കണ്ടെന്ന് ആലോചിച്ചപ്പോൾ ദേഷ്യം വന്ന വൈദേഹി പെട്ടെന്നാണ് മേഘയുടെ കയ്യിലെ പിടുത്തം വിട്ട് കഴുത്തിലേക്ക് പിടിമുറുക്കിയത്. ഡീ കളിക്കല്ലേ നീ? ഞാൻ ഇന്നലെ തന്ന ഗർഭിണിയാവാതിരിക്കുള്ള ഗുളിക നീ കഴിച്ചില്ലേ? എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കാൻ പറഞ്ഞല്ലേടി. ഞാൻ കൊന്നുകളയും. ഞാൻ കഴിച്ചില്ലടി നീ?
വൈദേഹിയുടെ പിടുത്തം കാരണം മേഘയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. പ്രാണൻ പിടയുന്ന വേദനയിൽ സ്റ്റെയറിന്റെ അടുത്തുള്ള വലിയ ഫ്ലവർ വേസ് മേഘയുടെ കൈതട്ടി വലിയ ശബ്ദത്തിൽ വീണുടഞ്ഞു. എന്തോ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ശബ്ദം കേട്ടിട്ടാണ് സിദ്ധാർത്ഥ് ഞെട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. പുറത്തെന്തോ തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച വൈദേഹി മേഘയുടെ കഴുത്തിൽ പിടിമുറുക്കിയിരിക്കുന്നതാണ്. മേഘ അത് വിടിവിക്കാനും ശ്രമിക്കുന്നുണ്ട്. എടി വൈദേഹി, നീ എന്തേ കാണിക്കുന്നത്? വിടുകയാണ്. സിദ്ധാർത്ഥിന്റെ അലർച്ച കേട്ട് പെട്ടെന്ന് ശ്രദ്ധയേറ്റ വൈദേഹിയെ മേഘ ആഞ്ഞൊരു ഉന്തുന്തി. അടിപതറിയ വൈദേഹി നേരെ വലിയ തൂണിന്റെ പിന്നിലായി ചെന്ന് ഇടിച്ചു നിന്നു. സിദ്ധാർത്ഥ് ഓടി വരുമ്പോഴേക്കും മേഘയുടെ കയ്യിൽ നിന്ന് വൈദേഹിയുടെ കവിളടക്കടച്ചൊരു അടി കിട്ടിയിരുന്നു. പെട്ടെന്ന് കിട്ടിയ അടിയിൽ വൈദേഹിയുടെ മുഖൊരു വശത്തേക്ക് തിരിഞ്ഞുപോയി. നിനക്കിത് എന്തിന്റെ ഭ്രാന്താടി? സിദ്ധാർത്ഥ് ഓടിയൊന്ന് വൈദേഹിയുടെ നീണ്ട മുടിയിൽ പിടുത്തമിട്ടു. മുടി പിടിച്ചു വലിച്ച വേദനയിൽ വൈദേഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. സിദ്ധേട്ടാ, അവരെ വിട്, ഇനി ഒന്നും ചെയ്യണ്ട, എന്നെ വേദനിപ്പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. വൈദേഹി വീണ് തല്ലാനോങ്ങിയ സിദ്ധാർത്ഥിനെ മേഘ പിടിച്ചു വെച്ചു. എന്നെ വിട് മേഘേ. സിദ്ധാർത്ഥ് ദേഷ്യം കൊണ്ട് ഇന്ന് വിറക്കിയായിരുന്നു. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു മുന്നിൽ കണ്ടത്. എങ്ങാനും മേഘയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വേണ്ട സിദ്ധേട്ടാ, ആർക്കുള്ള ഞാൻ കൊടുത്തു, ഇനിയൊന്നും ചെയ്യണ്ട. മേഘ സിദ്ധാർത്ഥിനെ തന്റെ ശരീരം കൊണ്ട് കൈകൾ കൊണ്ട് തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവളേക്കാൾ നല്ല ആരോഗ്യമുള്ള അവനെ ഒരടി അനക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നിരഞ്ജന ഇവിടുന്ന് ഓടി വന്നു. എന്താ ഇവിടെ? എന്തോ വലിയ ശബ്ദം കേട്ടല്ലോ. മോനെ, സിദ്ധേട്ടനൊന്ന് പിടിക്ക്. മേഘ ഉറക്കെ പറഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നിരഞ്ജൻ വന്ന് സിദ്ധാർത്ഥിനെ പിടിച്ചു മാറ്റി. എടി, നീ എന്നെ തല്ലിയല്ലേ? കിട്ടിയതുപോലെ വൈദേഹി വീണ്ടും ചീറി. പിന്നെ എന്റെ ദേഹം നോവിച്ച് നിങ്ങൾ ഞാൻ പോയിട്ട് പൂജിക്കണോ? ഇനിയെങ്ങാനും എന്റെ അടുത്ത് നിങ്ങളെ വെള്ളവും കൊണ്ട് വന്നാലുണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് ഞാൻ പെരുമാറാൻ പോകുന്നത്, ഓർത്തു വെച്ചോ. അത് പറയുമ്പോഴും മേഘക്ക് കഴുത്ത് നോവുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കഴുത്തിൽ മേലെ തടവി. കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയ വൈദേഹി എല്ലാവരെയും പകയോട് നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി. ഡേ, ഇനിയെങ്ങാനും നീ ഇങ്ങോട്ട് കയറിയാലുണ്ടല്ലോ, നിന്റെ രണ്ടു കളി ഞാൻ തല്ലിയൊടിച്ചിടും, പറഞ്ഞില്ലാന്ന് വേണ്ട. സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വൈദേഹി പോയി കഴിഞ്ഞതിന് ശേഷമാണ് നിരഞ്ജൻ സിദ്ധാർത്ഥിന്റെ മേലുള്ള പിടിവിട്ടത്. അതുവരെ രണ്ടുപേരും പിടിവലി കൂടിയായിരുന്നു. വൈദേഹി പോയി നീണ്ടതും അതുവരെ പിടിച്ചെടുത്തിരുന്ന കണ്ണുനീർ മേഘയുടെ കണ്ണുകളിൽ നിന്ന് അണപൊട്ടി ഒഴുകി. മേഘ, സോറി. അവൾക്ക് എന്താണ് പ്രശ്നം എനിക്കറിയില്ല. കുറച്ച് ദിവസമായിട്ട് അവൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. സോറി മേഘ. ഇനി മേഘയ്ക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. അവൾ ഞാനൊന്ന് ശരിക്കും കാണുന്നുണ്ട്. സിദ്ധുവായിട്ട് എന്നോട് സോറി ഒന്നും പറയണ്ട. സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് മേഘയുടെ കൈകൾ പതിമാറ്റി കഴുത്തിലേക്ക് നോക്കി. അവിടെ ചുവന്ന് കൊടുത്ത് കിടക്കുന്നുണ്ട്. അവന് വൈദേഹിയുടെ വല്ലാത്ത ദേഷ്യം തോന്നി. ചേച്ചി, എന്നാലും അവരെന്തിനും ഓടി വന്ന് കഴുത്തിനോടിച്ച്? അതുമോനെ, നിരഞ്ജൻ കാര്യം ചോദിച്ചപ്പോൾ മേഘ നിന്ന് വിക്കി. എന്തോ പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് സിദ്ധാർത്ഥിനപ്പോൾ മനസ്സിലായി. നിരഞ്ജ, നീ പോയിട്ട് ആ ബാൻഡേജ് ഒന്ന് എടുത്തിട്ട് വാ, മേഘയുടെ കഴുത്ത് ഞാൻ നോക്കട്ടെ. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ തന്നെ നിരഞ്ജൻ അവിടെ നിന്നും പോയി. കാര്യം എന്താണെന്ന് സിദ്ധാർത്ഥ് മേഘയോട് അപ്പോൾ ചോദിച്ചു. അവൾ തലകുനിച്ചതുകൊണ്ട് കാര്യം പറഞ്ഞു. വൈദേഹി ചേച്ചി ഇന്നലെ എൻ്റെ കയ്യിൽ കുറച്ച് ഗുളിക കൊണ്ട് വന്നു, അത് കഴിച്ചോന്ന് ചോദിച്ചിട്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ചേച്ചിക്ക് ദേഷ്യം വന്നു. അപ്പോൾ തന്നെ എൻ്റെ കഴുത്തിന് പിടിക്കുകയും ചെയ്തു. അവൾക്ക് സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കി ആ കാര്യം പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഗുളികയോ? എന്ത് ഗുളിക? അത് പിന്നെ വൈദേഹി ചേച്ചിയുടെ കല്യാണം കഴിയാത്ത കാരണം ഇവിടുത്തെ മുത്തശ്ശിക്ക് ഞാൻ ഗർഭിണിയാൽ ഇഷ്ടാവില്ല, അതുകൊണ്ട് കഴിക്കാനുള്ള ഗുളികയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. കാര്യം കേട്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥ് പല്ല് കടിച്ചു. അവളുടെ ഒരു ഗർഭം അച്ചമ്മക്ക് ഇഷ്ടമല്ല പോലും. ഭ്രാന്താണെന്ന് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി അവൾക്ക് ശരിക്കും ഭ്രാന്താണെന്ന്. എന്നിട്ട് എവിടാ ഗുളിക? സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ മേഘ പെട്ടെന്ന് തന്നെ ആ ഗുളിക കൊണ്ടുകൊടുത്തു. മേഘ, അവൾ ഇനി ഇങ്ങനെ പല നുണയും പറയും. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം കേട്ടോ. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ മേഘ തലയാട്ടി. ഇന്നലെ തന്നെ ഈ കാര്യം സിദ്ധാർത്ഥിനോട് പറഞ്ഞു വെക്കാമായിരുന്നു എന്ന് അവൾക്ക് അന്നേരം തോന്നി. ഇനി വിഷമിച്ചിരിക്കണ്ട. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും മേഘ ഉണ്ടാവില്ല. കുറച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാനല്ലേ. തന്നെ പോകേണ്ട ആർക്കും പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അവരിതൊക്കെ അറിഞ്ഞാൽ സഹിക്കില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. സാറില്ല, പോട്ടെ. എന്നോർത്ത് ഇത്തവണ ഒന്ന് ക്ഷമിക്കണം. അയ്യോ, സിദ്ധുവേട്ട് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? സിദ്ധാർത്ഥ് മേഘയുടെ മൂർത്താവിൽ പതിയെ ചുംബിച്ചു. അവന്റെ സമീപത്ത് നിൽക്കുമ്പോൾ മേഘയ്ക്ക് അന്നേരം വല്ലാത്ത ആശ്വാസം തോന്നി. മുന്നോട്ടേക്ക് ഇനി എന്ത് വേണമെന്ന ആലോചനയിലായിരുന്നു സിദ്ധാർത്ഥ് അന്നേരം. നാളെ ഒരു ദിവസം കൂടിയുള്ളൂ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ആ പൈസ മൊത്തം കൊടുത്തില്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് കുറിക്കമ്പനിയുടെ കാര്യം ക്യാൻസലാവും. കൊടുത്ത പൈസയും വെള്ളത്തിലാവും. അയ്യോടാ, ഇനി എന്താ ചെയ്യാ? അവളെവിടെ? അവളോട് തന്നെ ചോദിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ജീവൻ മുറിയിലേക്കാണ് ഇനി വരുന്നതെന്ന് ആവണിക്ക് മനസ്സിലായി. അവൾ നെഞ്ചിരിപ്പോടെ അങ്ങനെ തന്നെ നിന്നു. നീ ആവണി! മുറിയിൽ കയറിയ ഉടനെ ജീവൻ ആ വീട് കുലുങ്ങുന്ന പോലെ ഉറക്കെ വിളിച്ചു. ഞാനല്ല ഇവിടെ നിൽക്കുന്നത്, എന്തിനെങ്ങനെ ഉറക്കെ വിളിക്കുന്നത്? അവന്റെ അലർച്ചയിൽ ഉള്ളൊന്ന് ഞെട്ടിങ്കിലും ആവണി ധൈര്യം സംഭരിച്ച് ചോദിച്ചു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോടി? എന്നിട്ട് എന്നാടി ഞാൻ പുറത്തു വന്നിട്ട് നീ വരാതിരുന്ന്? അവനെയും സ്വപ്നം കണ്ടിരിക്കായിരുന്നോടി? എന്താ അനാവശ്യക്കായി വിളിച്ചു പറയുന്നത്? മനസ്സിൽ പോലും വിചാരിച്ച കാര്യം ജീവൻ തന്റെ മുഖത്തോക്കി പറഞ്ഞപ്പോൾ ആവണിക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു. നിനക്കും നിന്റെ തന്തൊക്കെ അനാവശ്യം കാണിക്കാം, ഞങ്ങൾക്ക് പറയാൻ പാടില്ല. അല്ലേടി കള്ളി, ലോക കളി പറ്റിച്ച് കയറിക്കവിടെ. എന്റെ കുറിക്കമ്പനി വെള്ളത്തിലാവാൻ പോവാൻ നിൽക്കോടി. നിന്റെയും നിന്റെ തന്തയുടെയും വാക്ക് വിശ്വസിച്ചാടി ഞാൻ ഈ കുഴിയിലേക്ക് ചാടിയത്. അല്ലെങ്കിൽ ആ കാശെങ്കിലും എന്റെ കയ്യിലിരിക്കായിരുന്നു.
ഇതിപ്പോ കയ്യിലെ കാശും പോയി കമ്പനിയിട്ട് കിട്ടിയതുമില്ല. കിട്ടിയതോ ഒന്നിനും കൊള്ളാത്തൊരു ഗുണമില്ലാത്ത നിന്നെയും. അച്ഛന്റെ കാര്യം എനിക്കറിയില്ല. ഒന്നറിയാത്ത എന്നെ വെറുതെ ഓരോന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ എന്നെ കള്ളിന്നൊക്കെ വിളിക്കുന്നത്? എപ്പോഴും ഞാനിങ്ങനെ മിണ്ടാതിരുന്ന് കേട്ട് നിൽക്കാൻ നിങ്ങൾ കരുതണ്ട. ആവണിയുടെ സമനില തെറ്റി തുടങ്ങിയിരുന്നു. വന്നതു മുതൽ കേട്ടു തുടങ്ങിയതാണ് ഈ കള്ളിവിളി. നീ എന്റെ നേരെ ഒച്ചയുത്താനായോടി? അവളുടെ ചോദ്യം ചെയ്യൽ കലിപ്പുണ്ട ജീവൻ ആവണിയുടെ മുടിയിൽ പിടുത്തമിട്ടു. എന്നെ വിടാൻ ആണുങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നോടി നീ? വേദന കൊണ്ട് ആവണി ഉറക്കെ കരഞ്ഞു. അത് കണ്ട് രസം കയറിയ ജീവൻ ഒന്നുകൂടെ പിടിമുറുക്കുകയാണ് ചെയ്ത്. എന്താടാ ഇവിടെ? ഒച്ചയും ബാളം കേട്ട് ഓടിയെത്തിയ രാഘവൻ മുറിയുടെ വാതിൽക്കൽ നിന്ന് ചോദിച്ചു. തൊട്ടുപുറകിലായി സുമതിയും വരുന്നുണ്ടായിരുന്നു. ഇവളെന്നോട് തലതറ പറയാ, അതൊക്കെ തുടക്കത്തിലേ നുള്ളില്ലെങ്കിൽ ശരിയാവില്ല. നീ ആ കൊച്ചിനെ വിടറാ, രാഘവൻ പറഞ്ഞു. പക്ഷെ ജീവൻ കുലുങ്ങിയില്ല. ആവണി ഉറക്കെ കരയുന്നുണ്ട്. എന്നിട്ടും ജീവൻ പിടിപിടിയിൽ നിന്ന് കണ്ടപ്പോൾ രാഘവൻ മുറിയിലേക്ക് കയറി വന്ന് ജീവന്റെ ആവണിയുടെ മുടിയുള്ള പിടിപിടിച്ചു. ജീവൻ പോകുന്ന വേദന തോന്നിയ ആവണി അവൻ പിടിവിട്ടപ്പോൾ ആശ്വാസം കൊണ്ട് മുറിയുടെ മൂലയിലായി പോയി നിന്ന് കിതച്ചു. എന്റെ പൊന്നെ, ഈ ലക്ഷണം കെട്ടവള് എന്ന് ഇവിടെ വന്ന് കയറിയോ അന്ന് എന്റെ മോനെ മനസമാധാനം പോയി. ഇപ്പൊ കണ്ടില്ലേ, മനസമാധാനം ഇല്ലാതെ എന്റെ കുഞ്ഞ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. തന്റെ മോനെ ഓരോന്നും ചെയ്തു കൂട്ടുന്നതിന്റെ പഴി കൂടി സുമതി ആവണിയുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തു. ഈ അമ്മയുടെ മോനല്ലേ, ഇയാൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്ന് ആവണിക്ക് അപ്പോൾ മനസ്സിലായി. രാഘവൻ അമ്മയും മോനെയൊന്ന് പുച്ഛിച്ചു നോയിക്കൊണ്ട് അവിടെ നിന്നും പോയി. അമ്മേ, ഇനി വേറെ വഴിയൊന്നുമില്ല. അതങ്ങനെ വെറുതെ കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പാടില്ല മോനെ, അത് തന്നെ അമ്മയ്ക്കും പറയാനുള്ളത്. ഇവിടെ തന്തയുണ്ടല്ലോ, ആ പെരുങ്കള്ളൻ, അവന്റെ കുത്തിരി പിടിച്ച് ആവശ്യമുള്ള കാശ് വാങ്ങിയെടുക്കണം മോനെ. അത് ഞാൻ വാങ്ങിക്കോളാം. പക്ഷെ ഇപ്പൊ തൽക്കാലത്തിന് നാളെ മറിക്കാൻ അമ്മയുടെ കയ്യിലൂടെ സ്വർണ്ണിരിപ്പുണ്ടല്ലോ, അതിങ്ങോട്ട് എടുത്തായോ? അതോ? അതൊന്നും തരാൻ പറ്റില്ല. എല്ലാ ദിവസവും മാറ്റി മറിച്ചിടുകയാണ് അവിടെ സ്വർണ്ണങ്ങൾ. ഒന്നും ഇട്ട് ഇതുവരെ കൊതിർന്നിട്ടില്ല. അതൊക്കെ എടുത്തു കൊടുത്താൽ തിരിച്ചിട്ടുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അത് എന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? പിന്നെ നാളത്തെ കാലത്ത് ഞാൻ എന്ത് ചെയ്യും? നീ എന്ത് വേണം ചെയ്തോ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എടാ, നീ എന്റെ മാലകളും വളകളൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് എത്ര നാളായി? ആദ്യം അതിലൊരു തീരുമാനം ഉണ്ടാക്കിത്താ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇത് വേണോ വേണ്ടയോ എന്ന്. അമ്മേ, എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത്. മര്യാദ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ എന്റെ വേറെ മുഖം നിങ്ങൾ കാണും. അമ്മയും മോനും കൂടെ വഴക്കൂടുന്ന് ആവണി ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു. സുമതി കുറെ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും ജീവന്റെ ഭീഷണിക്ക് വഴങ്ങിയ സ്വർണ്ണങ്ങളൊക്കെ അവന് കൊടുക്കേണ്ടി വന്നു. നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ലടി. ആ ദേഷ്യവും സുമതി ആവണിയുടെ മേൽ തന്നെ തീർത്തു. വേണ്ട, ഗുണം പിടിക്കേണ്ട, ഉള്ള ഗുണമൊക്കെ മതി, ഞാനങ്ങ് സഹിച്ചോളാം. പറയുന്ന നിങ്ങൾ നിങ്ങളുടെ മോനൊക്കെ കുറെ ഗുണമുള്ളതാണല്ലോ. വെറുതെ അല്ലേടി അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്, ഇനിയും കിട്ടുടി. നിന്റെ നാക്കിന് ഇനി കുറെ മേടിച്ചു കൂട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. സാരില്ല, ഞാൻ സഹിച്ചോളാം. പക്ഷെ എല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മയും മോനും കരുതുകയും വേണ്ട. ഞാനീ പറഞ്ഞൊന്ന് ഓർത്തു വെച്ചോ. പോടി അവിടുന്ന്. കണ്ടവന്റെ തോളിക്കയറി ഇറങ്ങിയോടെ എന്റെ മോനെ തലയിൽ ഒന്നും കൊടുക്കാതെ കെട്ടിവെച്ചും പോരാ. അവളിൽ നിന്ന് ന്യായം പറയുന്ന കേട്ടില്ലേ, നാണമില്ലാത്തവള്. സുമതി അവിടെ വാടപ്പിക്കാനുള്ള അവസാനത്തെ വാക്കുകൾ എടുത്തിട്ടു. അതോടുകൂടി ആവണി സൈലന്റ് ആവുകയും ചെയ്തു. മറുപടി കൊടുക്കാൻ അറിയാൻ പാടില്ലായിട്ടല്ല, അതിൽ കയറി പിടിച്ചാൽ പിന്നെ മനസ്സിൽ വിചാരിക്കാത്തൊക്കെ പറഞ്ഞു കൂട്ടും. തൽക്കാലം അത് കേട്ടേൽക്കാനുള്ള കരുത്തൊന്നുമില്ല. കാര്യം തന്റെ സ്വർണ്ണമാണ് പോയതെങ്കിലും ആവണിക്ക് അന്നേരം ചെറിയ സന്തോഷമൊക്കെ തോന്നി. പോട്ടെ, എല്ലാം പോട്ടെ. രാവിലെ തന്നെ തറവാട്ടമ്പലത്തിൽ സിദ്ധാർത്ഥിനൊപ്പം പോയി വന്നായിരുന്നു മേഘ. സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം. വന്ന ഉടനെ തന്നെ സാരി മാറിയിടാൻ ഒരുങ്ങുമ്പോഴാണ് സുജാത അവളെ വന്ന് വിളിച്ചത്. മോളെ, തറവാട്ടമ്മ വിളിക്കുന്നുണ്ട്, ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. ആ, ഞാനതേ വരുവാ ചേച്ചി. അവൾ വേഗം സുജാതയുടെ പിന്നാലെ ഇറങ്ങി. മേഘ ചെല്ലുമ്പോൾ തറവാട്ടമ്മ രാവിലെ പാൽക്കഞ്ഞി കുടിക്കുകയായിരുന്നു. അച്ഛമ്മേ, അവൾ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇരുന്നു. മോളെ, ഒരു കാര്യം പറഞ്ഞ അച്ഛമ്മയോട് പിണക്കൊന്നും തോന്നരുത്. സിദ്ധുമോനോട് പറഞ്ഞ അവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അതാ മോളെ വിളിച്ചത്. എന്താ അച്ഛമ്മേ, എന്തായാലും പറഞ്ഞോ. മോളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്നതിന് മുമ്പ് അവനെയും കൂട്ടി മോളൊന്നും ഭൈരവന്റെ അടുത്തേക്ക് പോവോ? വൈദേഹിയുടെ വീട്ടിലേക്ക്. നമ്മുടെ അടുത്ത ആൾക്കാരല്ലേ അവര്. കല്യാണം കഴിഞ്ഞിട്ടൊന്ന് അവിടം വരെ ചെന്നില്ലെങ്കിൽ ഭൈരവൻ എന്തെങ്കിലും വിചാരിക്കും. എൻ്റെ വൈദേഹി മോൾക്ക് അതൊരു വിഷമാവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിലും ഭൈരവൻ എൻ്റെ മോള് കല്യാണി മരിച്ചതിന് ശേഷം വേറൊരു കല്യാണം കഴിക്കാതെ വൈദേഹിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ജീവിക്കുന്നവനല്ലേ. അതെങ്കിലും നമ്മളൊന്ന് ആലോചിക്കണ്ടേ? വൈദേഹി എന്ന പേര് കേട്ടപ്പോൾ തന്നെ കാലത്തെൻ്റെ കഴുത്തിലമർന്ന പിടുത്തമാണ് മേഘക്ക് ഓർമ്മ വന്ന്. പക്ഷെ അച്ഛമ്മ ഇങ്ങനെ പറയുമ്പോൾ മറുത്തൊന്നും പറയാനും പറ്റില്ല. അതിനെന്താ അച്ഛമ്മേ, പോവാനോ? ഇപ്പൊ തന്നെ പോവാം. അച്ഛമ്മയുടെ ചുന്ദരി മോള്. തറവാട്ടമ്മ സ്നേഹത്തോടെ മേഘയുടെ കവിളുകളിൽ ചുംബിച്ചു. മേഘ സിദ്ധാർത്ഥിനോട് ഇന്ന് കാര്യം പറഞ്ഞു. ഇല്ല, പോവില്ല. മേഘ നിനക്ക് അപ്പൊ തന്നെ അച്ഛമ്മയോട് കാര്യം പറയായിരുന്നില്ലേ? അവിടെ അടപ്പ് ഇന്ന് തന്നെ അച്ഛമ്മ തെറിപ്പിച്ചേനെ. സിദ്ധുവേട്ട വഴക്കൊന്നും വേണ്ട, ഒരു തവണ നമുക്കൊന്ന് പോയിട്ട് വരാം. അച്ഛൻ പറഞ്ഞ പോലെ വൈദേഹി ചേച്ചിയുടെ അച്ഛന് വിഷമാവില്ലേ? അച്ഛമ്മ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ, കാലത്ത് അങ്ങനെ പറ്റിയെന്ന് വെച്ച് ഇപ്പൊ സിദ്ധുവേട്ട എന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ? അവസാനത്തെ വാക്കുകൾ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് മേഘയുടെ നേരെ തിരിഞ്ഞു. എന്താ ഇപ്പൊ പറഞ്ഞ്? സിദ്ധേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ? സിദ്ധാർത്ഥ് അതും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ മേഘയെ നോക്കി. അതൊന്നുമില്ല. മേഘ നാണത്തോടെ തലതാഴ്ത്തി നിന്നു. മേഘ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ, ഇനിയിപ്പോ കേട്ടില്ലാന്ന് വേണ്ട, നമുക്ക് പോയിട്ട് വരാം.
മേഘ ചിരിച്ചുകൊണ്ട് തലയാട്ടി. മേഘയുടെ നെറ്റിൽ തന്നെ നെറ്റിമുട്ടിച്ച് കുറച്ചേരം സിദ്ധാർത്ഥ അവൾ തന്നെ അങ്ങനെ നോക്കി നിന്നു. വൈദേഹിയല്ലാതെ ഇനി ജീവിതത്തിൽ വേറെ പെണ്ണില്ലെന്ന് കരുതിയിരുന്നാണ് താൻ. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ ഇവളിൽ വല്ലാതെ അടിമപ്പെട്ടു പോയിരിക്കുന്നു. അവളുടെ തോളിലൂടെ കൈയിട്ട് സിദ്ധാർത്ഥ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് അമ്മയെ കൂടി വിളിച്ചാലോ? ബസ് മൊത്തട്ട് തുടച്ചു നിൽക്കുകയായിരുന്ന രേണുകയെ നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ ചോദിച്ചപ്പോൾ മേഘ തലയാട്ടി. കാര്യം അങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിടിക്കുന്നുണ്ട്. ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ? വൈദേഹിയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ രേണുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മേഘ താല്പര്യത്തോടെ നിൽക്കുന്നുണ്ടപ്പോൾ അവരും കൂടെ വരാമെന്ന് പറഞ്ഞു. മുൻവശത്ത് തന്നെ കുളിച്ചു തോർത്തിക്കൊണ്ടിരുന്ന വൈദേഹി മൂന്നാളും വരുന്നത് കണ്ടിരുന്നു. ചെമ്പരത്തിക്കാട് കഴിഞ്ഞ് വൈദേഹിയുടെ വീട്ടുപറമ്പിൽ കാലുകുത്തിയപ്പോൾ തന്നെ മേഘയ്ക്ക് ചെറുതായി തലയിറങ്ങി തുടങ്ങി. എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് അവൾക്ക് തോന്നി. എന്നാലും അവൾ കാര്യമാക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. അച്ഛാ, വരുന്നവരുണ്ട്. ഉള്ളിലേക്ക് നോക്കി പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് വൈദേഹി വേഗം അകത്തേക്ക് കയറിപ്പോയി. ഭൈരവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. മൂന്നാളെയും കണ്ടപ്പോൾ അയാൾ വെളുക്കെ ചിരിച്ചു. വലിയ ചിരിയൊന്നും വന്നില്ലെങ്കിലും സിദ്ധാർത്ഥ രേണുകയെ ഒരു ചിരി മുഖത്ത് വരുത്തി. മേഘക്കാണെങ്കിൽ തല കറങ്ങിയ നേരെല്ലാം രണ്ടായി തോന്നി തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.